ഇടുക്കിയിൽ കേരള ബാങ്കിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നീളുകയാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് 1.5 കോടിയിലധികം രൂപ മുടക്കിയാണ് പണി പൂർത്തിയാക്കിയത്. ഇപ്പോഴും ബാങ്കിന്റെ നെടുങ്കണ്ടത്തുള്ള 2 ശാഖകൾ പ്രവർത്തിക്കുന്നത് 10,000 വാടക നൽകിയാണ്. കുമളി മൂന്നാർ സംസ്ഥാന പാതയോട് ചേർന്ന് നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിലാണ് ഗ്ലാസ് ഇട്ട് മിനുക്കിയ കേരള ബാങ്കിന്റെ കെട്ടിടം അനാഥമായി കിടക്കുന്നത്. 2011 കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയത്. എന്നാൽ അടുത്ത 5 വർഷക്കാലം ഉദ്ഘാടനം പോലും കഴിയാതെ ഇത് അനാഥമായി കിടന്നു. പിന്നീട് 90 ലക്ഷം രൂപ മുടക്കി കെട്ടിടം വീണ്ടും നവീകരിച്ചു. ഇതിനിടെ ഭരണസമിതി മാറിയെങ്കിലും ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയില്ല. ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഏറിയ ഭാഗവും പൊളിച്ചു നീക്കി ഓഡിറ്റോറിയവും ഉൾപ്പെടുത്തിയായിരുന്നു 2ാം ഘട്ട നിർമ്മാണം. ഇതിനിടെ കനത്ത മഴയിൽ കെട്ടിടത്തിന് പിൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മൺതിട്ട ഇടിഞ്ഞു വീണു. പിന്നെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 24 ലക്ഷം രൂപയാണ് ചെലവ് വന്നത്. എന്നാൽ ഇത്രയൊക്കെ പണം ചെലവായിട്ടും കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാത്രം അനിശ്ചിതമായി നീളുകയാണ്. കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ നഗ്നമായ അഴിമതി നടന്നു എന്നുള്ളതിന് തെളിവാണ് ഈ കെട്ടിടം ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. നെടുങ്കണ്ടത്ത് 2 കേരള ബാങ്കിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിലേക്ക് ആ ശാഖകൾ മാറ്റി പ്രവർത്തിക്കുന്നതിനുള്ള എന്ത് തടസ്സമാണ് എന്ന് കേരള ബാങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇത് വലിയ സാമ്പത്തിക അഴിമതിക്ക് കാരണമായിട്ടുള്ള സ്ഥാപനമാണ്. നിലവിൽ കാടുകയറി കെട്ടിടത്തിന്റെ പല ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങി. ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും സ്വൈരവിഹാര കേന്ദ്രമാണ് ഇന്ന് ഈ പരിസരം. കെട്ടിടം കൂടുതൽ നാശത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.